വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 35 വരെ തിരുവചനങ്ങൾ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു: കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്കു വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു: ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. വചന വിചിന്തനം. നമ്മുടെ രക്ഷകന്റെ തിരുപ്പിറവിയുടെ ആഘോഷത്തിന്റെ നിറവിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൂർണ്ണമായും ദിവ്യ ഉണ്ണിയാൽ നിറഞ്ഞു തന്നെയാണോ നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഭൗമികമായ പുൽക്കൂട് കെട്ടി അവനെ പുൽമെത്തയിൽ കിടത്തുന്നുണ്ടെങ്കിലും അതേ പൊൻപുലരിയിൽ സഹോദരങ്ങളോട് വിദ്വേഷവും പകയും കൊണ്ട് ഹൃദയം നിറയുമ്പോൾ അവൻ എങ്ങനെയാണ് നമ്മളിലേക്ക് പ്രവേശിക്കുക? ഉണ്ണി യേശുവിനെ കാണുവാനും കൈകളിലെടുക്കുവാനുമുള്ള കൃപ പിതാവ് പോലും ശിമയോന് നൽകുന്നത് അവനിൽ സത്യസന്ധമായ സ്നേഹം നിലനിൽക്കുന്നതിനാലാണ്. അല്ലാതെ വിദ്വേഷവും വൈരാഗ്യവും കൊണ്ടാണ് നിറഞ്ഞിരുന്നതെങ്കിൽ ഇത്ര മഹത്തായ ദാനം ശിമയോന് ലഭിക്കുമായിരുന്നു. ആയതിനാൽ ക്രിസ്തുമസിൻ്റെ പ്രഭയിൽ നിൽക്കുന്ന നമുക്ക് സ്നേഹമാകുന്ന പുതിയ ഉടമ്പടിയെ സ്വീകരിച്ച് സഹോദരങ്ങളെയും സ്നേഹിച്ച് വെളിച്ചത്തിൻ്റെ പാതയിലൂടെ ചരിക്കാം.